ഹലോ, ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും സുഖമല്ലേ? മാക്സിമം പറ്റുന്നവരൊക്കെ വീഡിയോ മോഡിലൊന്ന് വന്നാൽ നല്ലതായിരിക്കും. എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എല്ലാ പ്രാവശ്യവും റിപ്പീറ്റ് ചെയ്യുന്ന പോലെ ഇന്നും റിപ്പീറ്റ് ചെയ്യാണ്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വീഡിയോ മോഡിൽ വരിക. ഇനി നമ്മുടെ മെഡിറ്റേഷൻ വരുന്നത് സെഷന്റെ അവസാനമായിരിക്കും. ആക്ച്വലി പെട്ടെന്നാണ് ഒരു തീരുമാനം എടുത്തത് ഇന്നത്തെ ടോപ്പിക് എന്താകണം എന്നുള്ളത്. അതുകൊണ്ടാണ് ഗ്രൂപ്പിൽ മെസ്സേജ് വന്നത്. എല്ലാവരും റെഡി അല്ലേ? ബാക്കിയുള്ളവരുടെ വീഡിയോ ഓണാക്കുക. എന്നാലും ഉഷാറായിട്ട് തുടങ്ങാൻ പറ്റും. ഒരു ചെറിയ ചോദ്യത്തിൽ നിന്നാണ് ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഒഡിബിൾ ആണല്ലോ അല്ലേ? വോയിസ് ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? Okay. ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ടതാണ്. നിങ്ങളുടെ ചൈൽഡ്ഹുഡ്, കുട്ടിക്കാലം നിങ്ങൾക്ക് എത്ര പേർക്ക് ഓർമ്മയുണ്ട്? ജസ്റ്റ് ചാറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. ജസ്റ്റ് ഒറ്റ വേർഡിൽ, എനിക്ക് ഒറ്റ വേർഡിൽ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഓർമ്മയുണ്ട്, വേഗം ആകണം, എന്നാലും കുറെ കാര്യങ്ങൾ കവർ ചെയ്ത് ഓർമ്മയുണ്ട്. പോകാൻ പറ്റും. ഓക്കെ. വേറെ ആർക്കും ചൈൽഡ്ഹുഡ് ഓർമ്മയില്ല? നിങ്ങളുടെ കുട്ടിക്കാലം, നിങ്ങൾ കുട്ടിയായിരുന്ന സമയത്തുള്ള കാര്യങ്ങൾ എത്ര പേർക്ക് ഓർമ്മയുണ്ട്? കുട്ടിയായത് ഓർമ്മയുണ്ടോ? കുട്ടി ആയിരുന്നത് ഓർമ്മയുണ്ടോ? നമുക്ക് നമ്മുടെ കുട്ടിക്കാലത്തേക്കൊന്ന് ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് വേഗം വരാം. നിങ്ങളിപ്പം ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല്, നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളിലൂടെയും കടന്നുപോയിട്ടുണ്ടാകാം. ഒരുപാട് അനുഭവങ്ങളിലൂടെ ജീവിച്ചു പോയ ആളുകളാണ് കൂടുതലും. ഇപ്പൊ ഒരു 20 വയസ്സുള്ള ആളാണെങ്കിലും 70 വയസ്സുള്ള ആളാണെങ്കിലും അവര് പല അനുഭവങ്ങളിലൂടെ ജീവിച്ചു പോയിട്ടുള്ളവരാണ്. നിങ്ങളിൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് അതൊക്കെ വിധിയാണ്, തലവരയാണ് എന്നൊക്കെ? നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, നിങ്ങളോട് തന്നെ ആൻസറും പറയാം. നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് അതൊക്കെ എന്റെ വിധിയാണ്, എന്റെ തലവരയാണ്, വരച്ച വരയിൽ ഉള്ള മിസ്റ്റേക്ക്, അല്ലെങ്കിൽ വരച്ച വര നല്ലതായി തന്നെയാണ്. നല്ലതായി തന്നെ ആരും പറയില്ല, മോശമായത് മാത്രം ഓർമ്മ കാണും, അല്ലേ? എല്ലാരും നെടുവേർപ്പിടെ ആയിരിക്കും ഇപ്പൊ, അല്ലേ? ഏത് വിധിയായാലും ഞാൻ പറഞ്ഞത് നല്ലത് തന്നെയാ. അതുകൊണ്ടല്ലേ ഇപ്പൊ മാറ്റം വരുത്താൻ പറ്റി. ഇനി അടുത്ത ചോദ്യം. നമ്മുടെ കുട്ടികൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാകാം. ചിലപ്പം വാശി പിടിക്കുന്നുണ്ടാകാം, ദേഷ്യം കാണിക്കുന്നുണ്ടാവാം, പിണക്കം കാണിക്കുന്നുണ്ടാവാം, ഇറിറ്റേഷൻ കാണിക്കുന്നുണ്ടാകാം. അതല്ലെന്നുണ്ടെങ്കിൽ പഠിത്തത്തില് നമ്മൾ പറയുന്നത് അവർ കേൾക്കാതിരുന്നിട്ടുണ്ടാകാം. നമ്മളൊന്ന് പറഞ്ഞാല് അവർ വേറെ ഒന്നായിരിക്കും പറയുന്നത്. നമ്മൾ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് പറഞ്ഞിട്ടുണ്ടാകാം. അപ്പൊ നമ്മൾ അവരെ ഷൗട്ട് ചെയ്ത് നമുക്ക് വല്ലാണ്ട് ദേഷ്യം വരുമല്ലേ? നന്നായിട്ട് ശ്രദ്ധിച്ചു കേൾക്കണം. നന്നായിട്ട് ദേഷ്യം വരും. ശരിക്കും ഞാൻ ഇന്ന് പറയുന്നത് ഞാൻ പഠിച്ചൊരു പാഠത്തിൽ നിന്നാണ്. അപ്പൊ അതായത് ഒരുപാട് പേരിൽ നിന്നുള്ള അനുഭവം കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം അവരെ നമ്മൾ തല്ലും,
ഇറിറ്റേഷൻ കാരണം വഴക്ക് പറയും. എന്താണോ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ അപ്പം അതവിടെ ചെയ്യും ആ കുട്ടികളോട്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വല്ലാണ്ട് സങ്കടം വരും. പക്ഷെ എന്റെ കുട്ടിയോട് ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അതിന് വേദനിച്ച് കാണും, അല്ലെങ്കിൽ അതിന് മനസ്സിന് സങ്കടമായിട്ടുണ്ടാവും, എന്റെ കുട്ടിയെ ഞാൻ കരയിച്ചല്ലോ എന്നൊക്കെ ഓർത്തിട്ട് വല്ലാണ്ട് സങ്കടപ്പെടുന്നു. അല്ലേ? എല്ലാരും അങ്ങനെ തന്നെയല്ലേ? കുട്ടികളെ അടിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. അപ്പോ അതില് ഏതെങ്കിലും ഒരു ഇൻസിഡന്റ്, റീസെന്റ് ആയിട്ട് നടന്ന ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് എടുക്കുക. നിങ്ങൾ കുട്ടിയെ ഷൗട്ട് ചെയ്തത് അല്ലെങ്കിൽ അടിച്ച നിമിഷങ്ങൾ. ആ കുട്ടി എന്ത് കാണിച്ചിട്ടാണ്, എന്ത് ചെയ്തിട്ടാണ് നിങ്ങൾ അടിച്ചത്, അല്ലെങ്കിൽ മോശമായിട്ട് അവരെ ദേഷ്യപ്പെടുപ്പിച്ചത്, അല്ലെങ്കിൽ അടിക്കുക, ഉപദ്രവിച്ചത്, എന്ത് ചെയ്തതെന്ന് ആലോചിക്കുക. ആ കുട്ടി കാണിച്ച അതേ ആക്ടിവിറ്റി നിങ്ങളുടെ ചൈൽഡ്ഹുഡിൽ നിങ്ങൾ കാണിച്ചിട്ടുണ്ടോ എന്ന് ഓർത്ത് നോക്കി. ആരും ചിരിക്കുകയൊന്നും ചെയ്യണ്ട, ദേഷ്യം പിടിച്ചിരിക്കണ്ട. കാണിച്ചിട്ടുണ്ടാകും എന്നുള്ളത് ഒരു 99% ഉറപ്പാണ്. നമ്മൾ ചെയ്യുന്നത് തന്നെയാണ് നമ്മുടെ കുട്ടികൾ കുഞ്ഞ് വലുതാന്ന് വരുമ്പോൾ ചെയ്യുന്നത്. നമ്മൾ കുട്ടിയായിരുന്ന സമയത്ത് എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെയാണ് കുട്ടിയും ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ കുട്ടികളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലേ? അല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റൂ? ചിലര് പറയും അവൾ അച്ഛനെ പോലാണ്, അവൾ അമ്മയെ പോലാണ്, അതേ ക്യാരക്ടർ, അതേ സ്വഭാവം, അതേപോലെ ഇരിക്കുന്നു. ക്യാരക്ടറിലും അങ്ങനെയുണ്ട് അതേപോലെ. ഫോട്ടോസ്റ്റാറ്റ് പോലെ ഇരിക്കുന്നു ഫേസ് എന്ന് പറയും, ക്യാരക്ടറിലും അതുപോലെ വരും. അവർ കാണിക്കുന്ന ഓരോ ആക്ഷനിലും അങ്ങനെ വരും. അല്ലേ? ചില ആളുകള് നഴ്സിംഗ് പഠിക്കണം എന്ന് ആഗ്രഹം ഒരു ഒരു തലമുറ മുമ്പ്, മീൻസ് എന്റെ ഒരു സിസ്റ്ററിന്റെ ഒരു 20 ഇയേഴ്സ് ബാക്ക് ഒക്കെ വരുന്ന സമയത്ത് എല്ലാവരും നഴ്സിംഗ്, ഇപ്പോഴും അതുപോലെ തന്നെയാണ്, പക്ഷെ ആ സമയമാണ് സ്റ്റാർട്ട് ചെയ്തത്. എങ്ങനെയെങ്കിലും നഴ്സിംഗിന് പോയി പഠിക്കാൻ വിടുക, അത് നഴ്സിംഗ് സ്റ്റുഡൻസിനാണ് പഠിച്ചു കഴിയുമ്പോഴത്തേന് പെട്ടെന്ന് ജോലി കിട്ടുന്നു, സാലറി കിട്ടുന്നു. പെട്ടെന്ന് ജോലി കിട്ടാൻ വേണ്ടി കൊണ്ട് നഴ്സിംഗ് കോളേജിൽ കൊണ്ടുവിടുക, അവിടുന്ന് പഠിച്ചിറങ്ങി ജോലിക്ക് പോകും. അപ്പം ഈ നഴ്സിംഗ് പഠിക്കാൻ പറ്റാതെ ഡിഗ്രിക്ക് പോയ ചില പേരൻസ് ഉണ്ടാവും. അപ്പൊ അവര് മനസ്സിൽ വിചാരിക്കുന്നത് എനിക്കോ പഠിക്കാൻ പറ്റിയില്ല, എന്റെ കൊച്ചിനെയെങ്കിലും പഠിപ്പിക്കണം, അല്ല എന്റെ മോനെയെങ്കിലും പഠിപ്പിക്കണം. അവർക്ക് ചെയ്യാൻ പറ്റാഞ്ഞ കാര്യം മക്കളുടെ തലയിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കും. നമ്മൾ പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. നമ്മൾക്ക് കിട്ടാത്തത് എന്താണോ അത് അവരെ കൊണ്ട് നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കും. നമ്മൾ ചിലപ്പോൾ പഠിക്കാൻ ആവറേജ് ആയിരിക്കും, കുട്ടികൾ പഠിച്ച് A+ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ആ വീട് തിരിച്ചു വെക്കും. നമ്മുടെ തന്നെയാണ് കുട്ടി. അവരെ ഷൗട്ട് ചെയ്ത് അടിച്ച് വഴക്ക് പറഞ്ഞു ഇനി ഫുൾ A+ വാങ്ങിച്ചില്ലെങ്കിൽ വീട്ടിൽ കയറാൻ പാടില്ലെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട ആവശ്യമൊന്നുമില്ല. കുട്ടി നമ്മുടെ തന്നെയാണ്, നമ്മളുടെ ക്യാരക്ടർ അതിൽ വരും. അവരുടെ കപ്പാസിറ്റിക്കും ഡിഫറൻസ് ഉണ്ടാവില്ല, ഏകദേശം ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളെ അറിഞ്ഞുകൊണ്ട് വേണം നമ്മളുടെ കുട്ടികളെ ഷൗട്ട് ചെയ്യാനായിട്ട്. കഴിഞ്ഞ ആഴ്ച ഒരു പേരന്റ് വന്നിട്ട് എന്നോട് പറഞ്ഞു, എന്റെ മകള് ഞാൻ പറഞ്ഞാൽ അനുസരിക്കില്ല, ഭയങ്കരമായിട്ട് മോശമായിട്ടാണ് എന്നോട് സംസാരിക്കുന്നത്, ഞാൻ എന്തു പറഞ്ഞാലും അവളൊന്നും കേൾക്കില്ല, ഡോക്ടർ ഒന്ന് പറഞ്ഞു ഉപദേശിക്കണം എന്നൊക്കെ. അപ്പം ശരിയായ അതിനോട് സംസാരിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കുട്ടിയെ വിളിച്ചിട്ട് പറഞ്ഞു, എന്ത് പറ്റി അമ്മയോട് മോശമായിട്ട് സംസാരിക്കുന്നു, ദേഷ്യപ്പെടുന്നു? അപ്പോഴത്തേക്ക് ഇത് ഭയങ്കരമായിട്ട് ചൂടാകാൻ തുടങ്ങി. ഞാൻ അമ്മയും കൂടെ വിളിപ്പിച്ചു. അപ്പൊ ഞാൻ ഇവിടെ ഒരു കാഴ്ചക്കാരിയെ പോലെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഇവര് തമ്മിൽ ഭയങ്കര ഫൈറ്റ്. അമ്മ ഒന്ന് പറയുന്നു, മോൾ അതിന് തിരിച്ചു പറയുന്നു, ഇവര് തമ്മിൽ വല്ലാണ്ട് ഫൈറ്റ് ഉണ്ടാക്കുന്നു. അപ്പൊ ഞാൻ കുറെ നേരം ഇങ്ങനെ നോക്കിയിരുന്ന സമയത്ത് അമ്മ എന്താണോ, എന്ത് വേർഡ്സ് ആണോ യൂസ് ചെയ്യുന്നത് അത് തന്നെയാണ് ഈ മോള് യൂസ് ചെയ്യുന്നത്. അമ്മ മോളെ എന്താണോ പറയുന്നത് തിരിച്ച് മോള് തിരിച്ച് ഇതുപോലെ തന്നെയാണ് പറയുന്നത്. അവർക്കിടയിലുള്ള സ്നേഹം എവിടെയോ നഷ്ടപ്പെട്ടു പോയി, എവിടെയോ നഷ്ടപ്പെട്ടു പോയി. അപ്പൊ ഞാൻ അമ്മയോട് ചോദിച്ചു, ഈ മകൾ വലുതാകുമ്പോൾ അല്ലെങ്കിൽ അമ്മയ്ക്ക് പ്രായമാകുന്ന സമയത്ത് ഈ മകൾ അമ്മയെ നോക്കുമെന്ന് ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട ഒരു കാര്യമില്ല,
നിങ്ങൾ അങ്ങോട്ട് കൊടുത്തതേ തിരിച്ചു കിട്ടുള്ളൂ. നമ്മൾ ഓരോ ആളുകളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. കുട്ടികൾ നന്നാവട്ടെ നമ്മൾ അടിച്ചടിച്ചടിച്ച് വളർത്തും. ഓരോ അടിയും അവരുടെ ഉള്ളിൽ, അവരുടെ ഹൃദയത്തിൽ ഊണ്ടായിട്ട് കിടക്കുകയാണ് ചെയ്യുന്നത്. ആ ഊണ്ട് വലുതായി വലുതായി, ആ മുറിവ് വലുതായി വലുതായി കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയും, എന്റെ കുട്ടി എന്നെ നോക്കിയില്ല, എന്റെ കുട്ടി അങ്ങനെ ചെയ്തു, എന്റെ കുട്ടി ഇങ്ങനെ ചെയ്തു. നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് കണ്ടാണ് നമ്മളുടെ കുട്ടികൾ വളരുന്നതെന്ന് നമ്മൾ ഓർക്കില്ല. ഞാന് ഒന്ന് രണ്ട് പേരോട് പറഞ്ഞൊരു കഥയുണ്ട്. ഈ ഇടയ്ക്ക് വന്നൊരു ന്യൂസാണ്. ഒരു 30 വയസ്സ് പ്രായമുള്ള ഒരു പയ്യൻ അമ്മയെ നോക്കാൻ വയ്യാഞ്ഞിട്ട് അനാഥാലയത്തിൽ കൊണ്ടുവിടാൻ വേണ്ടി പോയി. അവിടെ പോയപ്പോഴത്തേക്ക് അവിടുത്തെ അതോറിറ്റീസ് എല്ലാം ഈ ഈ അമ്മയെ നല്ല മുഖപരിചയം എന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഡിസ്കസ് ചെയ്യാണ്. 1-2 മണിക്കൂറിന് ശേഷം അവരൊരു കൺക്ലൂഷനിലെത്തി. എന്താണെന്ന് വെച്ചാൽ, ഈ 30 വർഷത്തിന് മുമ്പ് ഈ അമ്മ ഈ മകനെ ഇവിടുന്ന് ദത്തെടുത്തുകൊണ്ട് പോയതാണ്. വളർത്തു മകനാണ്. 30 വയസ്സ് വരെ വളർത്തി വലുതാക്കിയ മകൻ, വളർത്തു മകൻ ഉപേക്ഷിച്ചിട്ട് പോയത്. ആരെയും സങ്കടപ്പെടുത്താനോ വിഷമിപ്പിക്കാനോ മോശം പറയാനോ ഒന്നുമല്ല. നമ്മളുടെ ഉള്ളിൽ കുറച്ച് തിരിച്ചറിവുകൾ ഉണ്ടാക്കി വെച്ചാൽ മാത്രമേ നമ്മൾക്ക് മുമ്പോട്ടേക്ക് പോകാൻ കഴിയുള്ളൂ. നമ്മളുടെ കുട്ടികളെ നമുക്ക് നല്ല രീതിയിൽ വളർത്താൻ കഴിയുള്ളൂ. ചില കുട്ടികൾ പഠിച്ചാൽ കുറെ നേരം ഇരുന്ന് പഠിക്കും, പക്ഷെ എക്സാമിനാകുമ്പോഴത്തേക്ക് ഒന്നുമില്ല, ബ്ലാങ്ക് ആയിരിക്കും. എന്താന്ന് വെച്ചാൽ ഞാൻ നന്നായിട്ട് പഠിച്ചു, പക്ഷെ എനിക്കൊന്നും ഓർമ്മ വരണില്ല. ഭയങ്കര ടെൻഷനായിരിക്കും എക്സാം ഹോളിൽ കയറുന്ന സമയത്ത്. അതുവരെ റിലാക്സ്ഡ് ആയിരിക്കും. എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടി കഴിയുമ്പോഴത്തേക്ക് ടെൻഷനായിരിക്കും. ഈ ടെൻഷൻ എന്താണ്, എവിടുന്ന് വരുന്നതാണ്? ഉള്ളിന്റെ ഉള്ളിലുള്ള ഒരു വോണ്ട്, ആ വേദനിപ്പിക്കുന്ന ഒരു സാധനം ഇങ്ങനെ ഇരുന്ന് ഇറിറ്റേറ്റ് ചെയ്യിക്കുന്നതാണ്. അപ്പൊ കോൺസെൻട്രേഷൻ കിട്ടില്ല. ഇങ്ങനെ ആലോചിക്കും, ഓർമ്മ വന്ന് നല്ല പോലെ ഞാൻ പഠിച്ചാണല്ലോ, ഇങ്ങനെ ഇരുന്ന് ഓർക്കും. എത്ര ആയാലും കണക്ട് ആവത്തില്ല. കാരണം ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരിക്കും മൈൻഡ്. കാമാകാൻ ആർക്കും കഴിയില്ല. അപ്പം നമ്മൾ എത്രമാത്രം ബെറ്റർ ആയിട്ട് നമ്മുടെ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകുന്നു, അതുപോലെ നമ്മളുടെ കുട്ടികളുടെ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകണം നമ്മൾ ആഗ്രഹിക്കണം, നല്ല രീതിയിൽ. അതിന്റെ കൂടെ തന്നെ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നമ്മളൊന്ന് അറിയണം. നമുക്കറിയത്തില്ലെങ്കിൽ നമ്മൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കണം. മോൾക്ക് എന്തിന് പോകാനാണ് ഇഷ്ടം, അല്ലെങ്കിൽ മോൻ എന്ത് പഠിക്കാനാണ് ഇഷ്ടം, ഏത് സബ്ജക്റ്റാ, സയൻസ് ആണോ അതോ കമ്പ്യൂട്ടർ ആണോ അതോ കൊമേഴ്സ് ആണോ, ഏതാണ് ഇഷ്ടം? അത് കഴിഞ്ഞിട്ട് എന്ത് പഠിക്കാനാണ് മോൻ ഇഷ്ടം? അവർക്ക് തക്കതായ കാരണങ്ങളുണ്ടാവും ഒരു കോഴ്സ് ചൂസ് ചെയ്യുന്നതില്. അതല്ല എനിക്ക് അങ്ങനൊന്നും ഇല്ല, അമ്മ പറയുന്ന പോലെ ചെയ്യാം, അല്ലെങ്കിൽ അച്ഛൻ പറയുന്ന പോലെ ചെയ്യാന്ന് പറയുവാണെന്നുണ്ടെങ്കിലും അവര് കോഴ്സ് എങ്ങനെയും കംപ്ലീറ്റ് ചെയ്യും. പക്ഷെ ഒരു ജോലിയിലേക്ക് കിടക്കുന്ന സമയത്ത് അവർക്ക് വല്ലാതൊരു ടെൻഷനായിരിക്കും. എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. ഞാന് അച്ഛൻ പറഞ്ഞ പോലെ കേട്ട് ചെയ്തു, അല്ലെങ്കിൽ അമ്മ പറയുന്ന ആള് പറയുന്ന പോലെ കേട്ട് ചെയ്തു, പക്ഷെ എനിക്ക് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. ഭയങ്കര സ്ട്രെസ്ഫുൾ ആണ്. പക്ഷെ സിമ്പിൾ ആയിട്ടുള്ള വർക്കായിരിക്കും, ഈസി വർക്കായിരിക്കാം, റിലാക്സ്ഡ് ആയിരിക്കാം. പക്ഷെ ഈ ടെൻഷൻ വരുമ്പോഴത്തേക്ക് ആളുടെ കയ്യിൽ നിന്ന് കൺട്രോൾ പോവുകയാണ്. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും പ്രശ്നത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് നമ്മളുടെ ചൈൽഡ്ഹുഡ് ആണ്. നമ്മൾ കുട്ടിയായിരുന്ന സമയം നമ്മളെ എങ്ങനെയാണ് നർച്ചർ ചെയ്തത്, നമ്മുടെ ഒരു കുട്ടിക്കാലം എങ്ങനെയാണോ പോയത്, അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മളുടെ ഓരോരുത്തരുടെയും ലൈഫ്. നമ്മളുടെ ലൈഫിൽ നമ്മൾ അനുഭവിക്കുന്ന ഓരോ ഇൻസിഡന്റും കണക്റ്റഡ് ആണ് ആ ചൈൽഡ്ഹുഡായിട്ട്. അതായത് ചൈൽഡ്ഹുഡിൽ നമ്മൾ കുറെ കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതില് പ്രഗ്നന്റ് ആയിട്ടിരുന്ന ആളുകൾ, അല്ലെങ്കിൽ പ്രഗ്നൻസി എക്സ്പെക്ട് ചെയ്യുന്ന ആളുകൾ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ആ ഒരു കൺസെപ്ഷൻ പീരീഡ് മുതൽ അവരെ ഡെലിവറി കഴിയുന്നത് വരെ, ചില ആളുകൾ പറയും 5 മാസം മുതൽ കുട്ടിയെല്ലാം മനസ്സിലാകാൻ തുടങ്ങും. ചില പറയും ജനിച്ചു കഴിഞ്ഞ കുട്ടികളെല്ലാം ശ്രദ്ധിക്കും കേട്ടോ. അതല്ല, പ്രിപ്പറേഷൻ പേരൻസ് തുടങ്ങേണ്ടത് കുഞ്ഞിന് വേണ്ടി റെഡി ആകുന്ന സമയം മുതൽ ആ കുഞ്ഞിനെ എങ്ങനെ എത്രമാത്രം ഹാപ്പി ആയിട്ട്, എത്രമാത്രം പോസിറ്റീവ് ഇൻപുട്ട് ആ കുട്ടിയിലേക്ക് കൊടുക്കണമെന്ന്
അന്ന് മുതൽ നമ്മൾ ചിന്തിച്ചു തുടങ്ങണം. ഇതിൽ പലരും പറയുന്നുണ്ടാക്കും എന്റെ പ്രഗ്നൻസി നല്ല അടിപൊളിയായിരുന്നു, തല്ലും അടിയും ഇടിയും ഒക്കെ ആയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ചിലർ പറയും അമ്മായിയെ പോര്, ചിലർ പറയും ഭർത്താവിന്റെ ഇടി, ചിലർ പറയും വേറെ എന്തെങ്കിലും റീസൺസ്. അങ്ങനെ പറയാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകും. പക്ഷേ അതിനെ എല്ലാം മറികടന്ന് നമ്മൾ നമ്മളുടെ കുട്ടിയെ ഏറ്റവും ബെറ്റർ ആയിട്ട്, അവർക്ക് ഏറ്റവും ലോകത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റ് അവർക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് ഈ ടൈം അവരെ ഏറ്റവും നല്ല ടൈം ആക്കി മാറ്റുക എന്നുള്ളതാണ്. അവരെ സേവ് ചെയ്ത് വെച്ചുകൊണ്ടേയിരിക്കും, കംപ്ലീറ്റ് ഇങ്ങനെ സേവ് ചെയ്ത് വെക്കും. അപ്പം നമുക്ക് ഇങ്ങനെ ചെറിയൊരു കൺക്ലൂഷൻ എന്തൊക്കെയോ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ എടുത്തിട്ട് പറയുകയാണ്, കാരണം നമുക്ക് ടൈം കുറവായതുകൊണ്ട്. നമുക്ക് ഇതിന്റെ ഇടയ്ക്കൂടെ നമുക്ക് നമ്മുടെ മെഡിറ്റേഷനിലേക്ക് കടക്കാം. എല്ലാവരും ബാക്ക് ടു നോർമലിലേക്ക് വരിക. എവിടെയോ ഒക്കെ പോയിരിക്കുകയാണ് എല്ലാവരും, എല്ലാവരും തിരികെ വരിക. ജസ്റ്റ് മെഡിറ്റേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ആദ്യമായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്ന ആളുകൾ ഒന്നും വേണ്ട, ജസ്റ്റ് റിലാക്സ് ആയിട്ടിരിക്കുക. ഞാൻ എന്താണോ പറയുന്നത് അതൊന്ന് ഫീൽ ചെയ്തോളുക. ഫീൽ ചെയ്യാന്ന് വെച്ചാൽ എങ്ങോട്ടെങ്കിലും പോകാന്ന് പറയുകയാണെങ്കിൽ അങ്ങോട്ടേക്ക് മൈൻഡ് പോവുക. മൈൻഡിനെ എങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ പറയുന്നിടത്തേക്കൊക്കെ മൈൻഡിനെ കൊണ്ടുപോകാം. റിലാക്സ് ആയിട്ടിരിക്കാം. നമ്മളിന്ന് ചെയ്യുന്നത് നമ്മുടെ നമ്മുടെ കുട്ടിക്കാലത്തേക്കൊന്ന് പോവാണ്. എല്ലാവരും റെഡിയാണോ? ആക്ച്വലി ഇതൊരു സ്പെഷ്യൽ മെഡിറ്റേഷൻ ആണ്. ഞാൻ ശരിക്കും ഇവിടെ ഇത് തരണമെന്ന് ആഗ്രഹിച്ചിട്ടേ ഇല്ല. പെട്ടെന്ന് എന്റെ മൈൻഡിൽ വന്നൊരിതാണ്. ഇത് ആർക്ക് വേണ്ടിയാണ് ഇത് വന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ എല്ലാ സെഷനിലും പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ ചിലതിൽ പ്രിപ്പയർ ചെയ്ത് വന്നിരിക്കുന്ന സാധനമല്ല ഞാൻ കൊടുക്കാറ്. അതുപോലെ ഞാൻ റെഡിയായി വന്നിരുന്ന സമയം ഒരു 5 മിനിറ്റ് മുമ്പാണ് എന്റെ മൈൻഡിലേക്ക് ഇന്ന് ഇങ്ങനെ ആക്കിയാലോ, ആർക്കൊക്കെയോ നീഡഡ് ആണെന്ന് എന്റെ ഹൃദയം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എന്റെ സോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ദിസ് നീഡ് സമ്മൺ. അപ്പൊ ആ സമ്മൺ ആരാണെന്ന് മെഡിറ്റേഷന് ശേഷം എന്തായാലും പറയുക. മാക്സിമം എല്ലാവർക്കും നന്നായിട്ട് ഫീൽ ആകട്ടെ. നന്നായിട്ട് ഫീൽ ആകുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും, ലൈഫ് ജിങ്കലാലായിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാവരും റെഡി ആകുക. നമ്മൾ നമ്മളുടെ ഇന്നർ ചൈൽഡ്ഹുഡിലേക്ക് പോവാണ്. ഓക്കെ, എല്ലാവരും റെഡിയാണോ? റെഡി ആണെങ്കിൽ ചാറ്റ് ബോക്സിൽ റെഡി എന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് കണ്ണുകൾ അടച്ച് റിലാക്സ് ആയിട്ടിരിക്കുക. സ്വസ്ഥമായി കണ്ണുകൾ അടച്ച് ബോഡിയിലൊന്നും ഒരു വെയിറ്റും കൊടുക്കാതെ ബോഡിയൊക്കെ ഫ്രീ ആക്കി റിലാക്സ് ആയിട്ടിരിക്കാം. അതിനുശേഷം നിങ്ങളുടെ ബ്രീത്തിലേക്ക്, നിങ്ങളുടെ ശ്വാസത്തിലേക്ക് തന്നെ ശ്രദ്ധിക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതും പുറത്തേക്ക് പോകുന്നതിലും നന്നായി ശ്രദ്ധിച്ചോളൂ. Take a deep breath in, hold on, breathe out slowly. Again, take a deep breath in, hold on, breathe out slowly. മനുഷ്യരാണ്, ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ടാകും. നമ്മൾ ഓരോരുത്തരോടും അറിഞ്ഞും അറിയാതെയും ചെയ്ത എല്ലാ പാപങ്ങൾക്കും ക്ഷമ ചോദിച്ചുകൊള്ളുക. നമ്മളുടെ ദൈവത്തോടും നമ്മളുടെ കൂടപ്പിറപ്പുകളോടും നമ്മളുടെ മാതാപിതാക്കളോടും സുഹൃത്തുക്കളോടും ആരൊക്കെയാണോ നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പോൾ വരുന്നത് അവരോടെല്ലാം നിങ്ങൾ ക്ഷമ ചോദിച്ചുകൊള്ളുക. നിങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ തെറ്റുകൾക്കും ക്ഷമിച്ചു കൊടുക്കുന്നവൻ ദൈവത്തിന് തുല്യനാണ്. എല്ലാവർക്കും ക്ഷമിച്ചു കൊടുക്കുക. നമ്മൾ തെറ്റ് ചെയ്തതുപോലെ നമ്മളോട് ആരെങ്കിലും നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സ് തുറന്ന് ഹൃദയത്തിൽ തട്ടി അവരോട് ക്ഷമിച്ചു കൊടുക്കുക.
നമ്മൾക്ക് നന്ദി ചെയ്തിട്ടുള്ള, നമ്മളെ സഹായിച്ചിട്ടുള്ള ഓരോ ഹൃദയങ്ങൾക്കും ദൈവത്തിനോടും നമ്മൾ നന്ദി പറയുക. താങ്ക് യു ഗോഡ്. താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ്. താങ്ക് യു മൈ പേരൻസ്. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊള്ളാം. ഇപ്പോൾ നിങ്ങളുടെ മനസ്സും ശരീരവും വളരെ റിലാക്സ് ആണ്. ശരീരമൊക്കെ വെയിറ്റ് ഇല്ലാത്തൊരു പ്രതീതിയാണ് നിങ്ങൾക്ക്. വളരെ ശാന്തമാണ്. നല്ല രീതിയിൽ വെയിറ്റ് ലോസ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഒരു കാറ്റത്ത് പറക്കുന്ന തൂവല് പോലെയാണ് നിങ്ങൾ. അത്ര ഫ്രീ ആണ് നിങ്ങളുടെ മനസ്സും ശരീരവും. അല്ലേ, നിങ്ങളുടെ കുട്ടിക്കാലത്തേക്ക് പോകും. നിങ്ങളുടെ ചൈൽഡ്ഹുഡിലേക്ക് പോകും. നിങ്ങളുടെ അമ്മയെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. നിങ്ങളുടെ മാതാവിന്റെ കയ്യിൽ ഒരു കുഞ്ഞു കുട്ടിയായിട്ട് നിങ്ങൾ ഇരിപ്പുണ്ട്. മാതാവിന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞു കുട്ടി നിങ്ങളാണ്. ആ കുട്ടി ചെറുതായി കരയുന്നുണ്ട്. അപ്പോൾ ആ മാതാവ്, ആ അമ്മ നിങ്ങളെ മെല്ലെ തട്ടി തട്ടി ഉറക്കാൻ ശ്രമിക്കുകയാണ്. നന്നായി ഫീൽ ചെയ്തോളുക. നിങ്ങൾ എന്ന കുഞ്ഞു കുട്ടി നിങ്ങളുടെ അമ്മയുടെ മടിത്തട്ടിൽ കിടന്നുറങ്ങാണ്. ആ അമ്മ നിങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടിത്തരാറ്. ഇത് അറബിക് സോങ് ആണെന്ന് കരുതി ആരും ഇറിറ്റേറ്റഡ് ആവുമോ ഒന്നും വേണ്ട. പല മൂവിക്കകത്തുമുള്ള കുഞ്ഞു കുട്ടികളെ പാടി ഉറക്കുന്ന ഒരു ഗാനമാണ്. ജസ്റ്റ് ആ ഒരു പാട്ടിലേക്ക് ലയിച്ചിരുന്നുള്ളൂ. ആ കുഞ്ഞു കുട്ടിയെ അമ്മ പാടി ഉറക്കുകയാണ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറ മുഹമ്മദ സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് രാരേ രാരേ രാരാരോ രാരീരം രാരീരം രാരാരോ രാരീരം രാരീരം രാരാരോ രാരീ രാരീരം രാരാരോ രാരീ രാരീരം രാരാരോ. നിങ്ങളാവുന്ന കുഞ്ഞു കുട്ടി നിങ്ങളുടെ അമ്മയുടെ മടിയിൽ കിടന്ന് ഈ താരാട്ട് പാട്ട് കേട്ട് നന്നായി ഉറങ്ങാണ്. ആ കുഞ്ഞു കുട്ടിയുടെ മനസ്സിൽ ആരോടും ദേഷ്യമില്ല, ആരോടും വൈരാഗ്യമില്ല. നിഷ്കളങ്കമായ ചിരിയാണ് കുട്ടിയുടെ മുഖം. ആ അമ്മ പാട്ട് പാടുന്തോറും നിങ്ങൾ നിഷ്കളങ്കമായി ആ അമ്മയുടെ മുഖത്തേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് കിടക്കുകയാണ്. ജസ്റ്റ് ഫീൽ ദാറ്റ്. രാരീരം രാരാരോ രാരീ രാരീരം രാരാരോ രാരീരം രാരീരം രാരാരോ രാരീ രാരീരം രാരാരോ രാരീ രാരീരം രാരാരോ. നിങ്ങളുടെ മനസ്സിപ്പോൾ വളരെ വിശാലമാണ്. എന്തും അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾ റെഡിയാണ്. ചിരിക്കാനും സന്തോഷിക്കാനും മാത്രം അറിയാവുന്ന ഒരു കുഞ്ഞു നിഷ്കളങ്കമായ കുട്ടിയാണ് നിങ്ങൾ. നിങ്ങളുടെ മനസ്സിപ്പോൾ വളരെ ക്ലീനാണ്.
ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. നിങ്ങൾ കൂടുതൽ കൂടുതൽ ഡീപ്പ് സ്ലീപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ഡീപ്പ് സ്ലീപ്പിലേക്ക് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നൂറ് മുഹമ്മദ് സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങളുടെ ആ കുഞ്ഞു കുട്ടിക്ക്, നിങ്ങളാകുന്ന ആ കുഞ്ഞിന് ആ അമ്മയോട് എന്തോ പറയാനുണ്ട്. എന്തോ സങ്കടവും എന്തോ സന്തോഷവും. ആ കുട്ടിക്ക് മനസ്സ് തുറന്ന് എന്തോ പറയാനുണ്ട്. നന്നായി കേൾക്കുക. നിങ്ങളാകുന്ന നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങളുടെ അമ്മയോട് പറയാനുള്ളത്. 1 വയസ്സ് പോലും പ്രായമില്ലാത്ത ആ പിഞ്ചു കുഞ്ഞാണ് നിങ്ങളിപ്പോൾ. നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നോക്കും. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. ചിലപ്പോ ആ കുട്ടി വിങ്ങിപ്പൊട്ടി കരയുന്നുണ്ടാകാം. എന്തൊക്കെയോ അറിയാതെ, എന്തൊക്കെയോ പറയാൻ വേണ്ടിയിട്ട്, പക്ഷെ പറയാൻ പറ്റാതെ വിങ്ങിപ്പൊട്ടി കരയുന്നുണ്ടാകാം. അതല്ലെങ്കിൽ നിങ്ങളുടെ ആ കുട്ടിക്ക് എന്തൊക്കെയോ സന്തോഷങ്ങൾ ആ അമ്മയോട് പറയാനുണ്ടാകും. എത്രയോ നന്ദി ആ അമ്മയോട് പറയാനുണ്ടാകും. മാഫി ഖൽബി ഖൈറുല്ലാഹ് നൂറ് മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇപ്പോൾ ഡീപ്പ് സ്ലീപ്പിലാണ്. ഒരുപാട് 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 ഡീപ്പായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ ഹൃദയം ഓപ്പണാണ്. നിങ്ങളുടെ ഹൃദയം തുറന്നിരിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾക്ക് നന്നായി കേൾക്കാൻ കഴിയും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തോ നിങ്ങൾക്ക് നന്നായി കേൾക്കാൻ കഴിയും. രാരീരാരീരം രാരാരോ രാരീരാരീരം രാരാരോ രാരീരം രാരീരം രാരാരോ രാരീരാരീരം രാരാരോ രാരീരാരീരം രാരാരോ. പൊന്നേ കരളേ നീയോരങ്ങ് ശാരീരം കേട്ടെന്റെ മോളുറങ്ങ് രാരീരം രാരീരം രാരാരോ രാരീരാരീരം രാരാരോ രാരീരാരീരം രാരാരോ. റിലാക്സ് ആവുക നന്നായിട്ട്. നിങ്ങളിപ്പോൾ നിങ്ങളെ അറിഞ്ഞിരിക്കുകയാണ്. ഇതാണ് നിങ്ങൾ, ഇതാണ് യഥാർത്ഥ നിങ്ങൾ, ഇതാണ് യഥാർത്ഥ ഞാൻ, ഇതാണ് ഞാൻ, ഇത് മാത്രമാണ് ഞാൻ. തിരിച്ചു വരാം. നിങ്ങൾ നിങ്ങളുടെ ശ്വാസത്തിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക. ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ, ഹോൾഡ് ഓൺ, ബ്രീത്ത് ഔട്ട് സ്ലോലി. Again take a deep breath in, hold on, breathe out slowly. Again take a deep breath in, hold on, breathe out slowly. കൈകൾ നന്നായി തിരുമ്മി ചൂട് കണ്ണിലേക്ക് വെച്ച ശേഷം മെല്ലെ കണ്ണു തുറക്കാം. അതിനുശേഷം എല്ലാവരും വേഗം വീഡിയോ മോഡിൽ വന്നേ. എല്ലാവരും മസ്റ്റായിട്ട് വേഗം വീഡിയോ മോഡിൽ വരിക.
വേഗമാട്ടെ. ഈ കുഞ്ഞു കുട്ടി ആരാണ്? നിങ്ങളുടെ കുഞ്ഞു കുട്ടിയെ നിങ്ങൾ എത്ര പേര് കണ്ടു? എത്ര പേര് ആ ഡീപ് സ്റ്റേജിലേക്ക് പോയി ആ കുട്ടിയായി അമ്മയുടെ മടിയിൽ പോയി കിടന്നു? ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ മെഡിറ്റേഷനെ കുറിച്ച്? ഇന്നത്തെ സെഷനെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? എനിവൺ? എന്റെ സെഷൻ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? നിങ്ങൾ റെസ്പോണ്ട് ചെയ്യേണ്ട ടൈമാണിപ്പോ. ആർക്കും ഒന്നും പറയാനില്ല? റംല മാം, രജനി, റഫീന, ആർക്കൊന്നും പറയാനില്ല? മനോജ്, ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ പോയിരുന്നു. എന്നിട്ട് എന്ത് പറഞ്ഞു ആ കുട്ടി? ആ കുഞ്ഞു കുട്ടി എന്തെങ്കിലും പറഞ്ഞോ? ആ കുഞ്ഞുകുട്ടി ഹാപ്പി ആയിരുന്നോ? അല്ല, അപ്പൊ മനസ്സിലായോ എന്താണെന്നുള്ളത്? ആ കുഞ്ഞു കുട്ടി ഹാപ്പി അല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഹാപ്പി അല്ലാത്തത്. നമ്മൾ വർക്ക് ചെയ്യേണ്ടത് നമ്മുടെ കുഞ്ഞിലാണ്. നമ്മൾ ആ കുഞ്ഞായിരുന്ന സമയം മുതലാണ്. അപ്പൊ മനസ്സിലായോ? ആദ്യം എടുത്ത സെഷനിലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതും ഇതും തമ്മിലും മനസ്സിലായോ? അതിന്റെ അർത്ഥം മനസ്സിലായോ എന്താണെന്നുള്ളത്? ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? റിയ, നസീമ, പ്രഭ, നിങ്ങളുടെ ടൈമാണ്. നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചേ പറ്റൂ. ഇന്നത്തെ സെഷന്റെ റെക്കോർഡിംഗ് കൊടുക്കില്ല, യൂട്യൂബിൽ ഇടില്ല. കിട്ടിയിട്ടുള്ളവർക്ക് കിട്ടിയിട്ടുണ്ടാകും. അതിനകത്ത് 13 പേരുണ്ട്. അതിനകത്ത് എത്ര പേർക്ക് ഇത് കിട്ടിയിട്ടുണ്ടെന്ന് അറിയില്ല. മെഡിറ്റേഷന്റെ എഫക്റ്റ് എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അറിയില്ല. എന്റെ ടോപ്പ് സെഷന്റെ ടോപ്പ് മെഡിറ്റേഷൻ ആണിത്. അത് എത്ര പേർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് പോലും അറിയില്ല. റഫീന, യു വാണ്ട് ടു സേ സംതിങ്? എന്തെങ്കിലും പറയാനുണ്ടോ? ഇന്നത്തെ മെഡിറ്റേഷനെ കുറിച്ചാണോ? ഇന്നത്തെ മെഡിറ്റേഷനെ കുറിച്ച് തന്നെ. ഇന്നത്തെ മെഡിറ്റേഷൻ ചെയ്തു. നല്ലൊരു അനുഭവമായിരുന്നു. കുട്ടിയായോ? ആ കുട്ടിയിലേക്ക് പോയോ? അതാണ് എനിക്ക് അറിയേണ്ടത്. ആ കുഞ്ഞു കുട്ടിയിലേക്ക് ആ പോയോ? വേറൊരു ലോകത്തേക്ക് പോയി. പിന്നെ എന്നിട്ട് ആ കുട്ടി ഹാപ്പി ആയിരുന്നു? ഹാപ്പി ആയിരുന്നു. മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും ഒരു നിമിഷത്തേക്ക് അങ്ങ് മറന്നിട്ട് വേറൊരു ഇതിലേക്ക് പോയി. ഗുഡ്, അങ്ങനെ. സൂപ്പർ സൂപ്പർ, ഉം. കൺഗ്രാജുലേഷൻസ്. നല്ലൊരു അനുഭവമായിരുന്നു എന്തായാലും. രജനി, I want to hear you too. ആ കുട്ടി ഹാപ്പി ആയിരുന്നു. പക്ഷെ എന്റെ കൈകളിലേക്ക് വന്ന കുട്ടികൾ ഹാപ്പി ആവോ എന്നൊരു ഡൗട്ട്. കാരണം അവിടെയാണ് എനിക്ക് സങ്കടം. എന്തോ ഒരു കണക്ഷൻ ഉണ്ട് അവിടെ. ആ കുട്ടികൾ തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. അതാണ് അവിടെ ആ ഒരു സങ്കടം വന്നത്. ഒന്നുകൂടെ നമ്മുടെ ഹൃദയത്തോട് ചോദിച്ചാൽ മതി, ഏത് കുട്ടിയാണ് ഹാപ്പി അല്ലാത്തതെന്നുള്ളത്. എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയെന്നുള്ളത് നമ്മളോട് തന്നെ ചോദിച്ചാൽ മനസ്സിലാവും.
ഇനി എന്റെ സെഷൻ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്ത റിയ, നസീമ, ഇത് രണ്ടും ആരാണെന്ന് എനിക്കറിയില്ല. ഒന്നുകിൽ വീഡിയോ മോഡിൽ വരിക, അല്ലെന്നുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുക ഇന്നത്തെ സെഷനെ കുറിച്ച്. ഇന്നത്തെ സെഷൻ എന്ന് വെച്ചാൽ ഇന്നത്തെ സെഷൻ ഇന്നത്തെ മെഡിറ്റേഷൻ തന്നെയായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ടൊന്ന് പ്രിപ്പയർ ചെയ്തത് മാത്രമേ ഉള്ളൂ. പറയാനുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. കാരണം ഇവിടെ ഫിയർ ബ്രേക്കിംഗ് ടൈമാണ്. ഇത് യൂട്യൂബിൽ പോകുന്ന വീഡിയോ അല്ല ഇന്നത്തത്. അപ്പൊ അതുകൊണ്ട് ധൈര്യമായിട്ട് വേണമെങ്കിൽ ഫിയർ ബ്രേക്ക് ചെയ്യാം. 1 മിനിറ്റേ ഉള്ളൂ, വേണമെങ്കിൽ ഫിയർ ബ്രേക്ക് ചെയ്യാം. ആർക്കൊന്നും പറയാനില്ല. ശരിക്കും ഈ വീഡിയോ മോഡില് വരാത്ത ആളുകൾ എന്ന് വെച്ചാല് സെൽഫ് ലവ് തീരെ ഇല്ലാത്ത ആളുകളാണ്. അവർക്ക് അവരെ ഇഷ്ടമില്ല. റഫീനെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അല്ലേ റഫീന? അല്ലേ? മെഡിറ്റേഷൻ ചെയ്തിട്ട് കുറെ ഇമ്പ്രൂവ്മെന്റ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്, മാനസികമായിട്ടും അല്ലാതെ ജീവിതത്തിലും ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. നമ്മള് ആക്ച്വലി ഒരു പുതിയൊരു പ്രോഗ്രാം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പ്രോഗ്രാം എന്ന് വെച്ചാൽ ഒരു 21 ഡേയ്സ് സെൽഫ് ലവ് ചലഞ്ച് ആണ്. വലിയ പേയ്മെന്റ് ഒന്നുമില്ല, ചെറിയൊരു പേയ്മെന്റ് എന്ന് വെച്ചാൽ ഒരു സിംഗിൾ പേയ്മെന്റിൽ നമ്മൾ 21 ഡേയ്സ് ഒരു സെൽഫ് ലവ് ചലഞ്ച്. കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മളോട് ഇഷ്ടമില്ലാത്തത് കാരണം പല കാര്യങ്ങളും നമ്മൾ ചെയ്തു കൂട്ടുന്നുണ്ട്. നമ്മൾക്ക് നമ്മളെ സ്നേഹിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് വേറെ ആരെയും സ്നേഹിക്കാൻ കഴിയില്ല. പറ്റുമോ? ഇല്ല. നോ തന്നെയായിരിക്കും ആൻസർ. അപ്പം അതിന് വേണ്ടിയിട്ട് സെൽഫ് ലവ് ചലഞ്ച് 21 ഡേയ്സ് സെൽഫ് ലവ് ചലഞ്ച് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ഗ്രൂപ്പ് പ്രോഗ്രാം ആണ്. അപ്പം അതിന് ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ ജസ്റ്റ് നമ്മുടെ PROനെ കണക്ട് ചെയ്യുക, നമ്മുടെ സ്റ്റാഫിനെ കണക്ട് ചെയ്തോളുക. അത് മെയ് 10 സ്റ്റാർട്ട് ചെയ്യുന്നത്. മെയ് 10 മുതൽ സ്റ്റാർട്ട് ചെയ്യും. അതിനകത്ത് ഡെയിലി മെഡിറ്റേഷൻ ഉണ്ടാകും. പിന്നെ ഡെയിലി ഓരോ ടാസ്കുകൾ, ഡിഫറെന്റ് ടാസ്ക് ആയിരിക്കും 21 ഡേയ്സ് വരുന്നത്. ആ 21 ഡേയ്സിന് ശേഷം നിങ്ങളിപ്പോൾ ഉള്ള അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്ന നിങ്ങളായിരിക്കില്ല.